യു എയിൽ ഓവർസ്റ്റേയിൽ നിൽക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ മുഴുവനായിട്ട് കാണാം. നിലവിലെ പ്രത്യേക സാഹചര്യത്തിൽ യു എ എമിഗ്രേഷൻ എല്ലാ കേസുകൾക്കും ഫെബ്രുവരി 28 ശേഷം എക്സ്പയർ ആയ എല്ലാ വിസകൾക്കും ഫൈൻ ഒഴിവാക്കി തന്നിരുന്നു. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്ന ICPയുടെ അനൗൺസ്മെൻറ്റ് പ്രകാരം ജൂലൈ 9 വരെ ഇതിന് ഡെഡ് ലൈൻ വളരെ കൃത്യമായിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ജൂൺ 10 മുതൽ ഒരു മാസത്തെ കൃത്യമായ കണക്കാണ് ICP പറയുന്നത്. എന്ന് വെച്ചാൽ ജൂലൈ 9 രാത്രി 12 മണിക്ക് ശേഷം എല്ലാ കേസുകൾക്കും ഫൈൻ വരും. ചിലപ്പോൾ അത് നിങ്ങളെ വിസ എക്സ്പയർ ആയത് എപ്പോഴാണോ അന്ന് മുതലുള്ള ഫൈൻ വരാനും സാധ്യത കാണുന്നുണ്ട്. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ജൂൺ 18 അപ്പോൾ ഓൾറെഡി 10 ദിവസം കഴിഞ്ഞു. ഇനി ആകെ കഷ്ടിച്ച് 20 ദിവസമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് നാട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോവുക. ഇനി വിസ പുതുക്കി നിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് വിസ പുതുക്കിയിട്ട് നിൽക്കുക. ലാസ്റ്റ് മിനിറ്റിലേക്ക് കാത്തു നിൽക്കരുത്. കാത്തു നിന്ന് കഴിഞ്ഞാൽ ടിക്കറ്റിൻ്റെ ഫെയർ കൂടും. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തീരുമാനമെടുത്ത് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഓവർസ്റ്റേ ആയി കഴിഞ്ഞാൽ ബാന്, ലീഗൽ കോൺസിക്വൻസസ് എന്താണോ അത് ഫേസ് ചെയ്യേണ്ടത് തന്നെ വരും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക ഈ വിഷയം. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഈ രൂപത്തിൽ ഓവർസ്റ്റേയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ നിർബന്ധമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക.